സർ, ശ്വാസംമുട്ട് മാറാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഭയങ്കര കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമുക്ക് ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ബേസിക്കലി എങ്ങനെ അത് വരാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് സാധാരണ എന്തുകൊണ്ടൊക്കെയാണ് ഇത് വരുന്നത്? ഒരു മിക്കവാറും എല്ലാ ശ്വാസം മുട്ടലിനും ഒരു സ്റ്റിമുലസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അത് പൊടിയാവാം, ചിലപ്പോൾ തണുപ്പാവാം, പുകയാവാം. കുട്ടികളിലൊക്കെ പൊതുവേ നമ്മുടെ ചൈൽഡ്ഹുഡ് ആസ്മയിലൊക്കെ കാരണമായിട്ട് വരുന്ന പൊടിയൊക്കെയാണ്, വീട്ടിലെ പൊടിയൊക്കെയാണ് പ്രശ്നമായിട്ട് വരുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ്, പൗഡറുകൾ, ഇതൊക്കെ കുട്ടികളിലൊക്കെ ഈ സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. കുട്ടികളിലൊക്കെ നമ്മൾ ചെറിയ കുട്ടികളിലൊക്കെ മറ്റേ കൺമഷിയൊക്കെ ഇട്ടതിന് ശേഷം പൗഡർ വാരിത്തേക്കുന്ന സ്വഭാവമുണ്ട്. അതൊക്കെ ആക്ച്വലി നല്ലതല്ല എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ശ്വാസം മുട്ടൽ വന്നു, നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഓൾറെഡി മിക്കവാറും ഇത് ഓൾറെഡി ഉള്ള ഒരാളായിരിക്കും ശ്വാസം മുട്ടലും കൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് നമുക്ക് ഓൾറെഡി ഡോക്ടർ തന്നിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ്, നമുക്ക് ചിലപ്പോൾ ഇൻഹേലേഴ്സ് ഉണ്ടാവും. അതല്ല, ചില ആൾക്കാരിൽ നമുക്ക് ഡോക്ടേഴ്സ് ഓൾറെഡി നെബുലൈസേഷൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നെബുലൈസേഷന് മെഡിക്കേഷൻ ഉണ്ടാവും, നെബുലൈസർ ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ വണ്ടി ഒന്ന് റെഡിയാക്കുന്ന സമയം കൊണ്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു നെബുലൈസേഷനെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ലാതെ നമ്മളൊരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് വീട്ടിൽ നിന്ന് ഫുൾ ട്രീറ്റ് ചെയ്തിട്ട് പോകാം എന്നുള്ള പരിപാടി നല്ലൊരു രീതിയല്ല. അത് ചിലപ്പോൾ അപകടം ക്ഷണിച്ച് വരുത്തിയേക്കാം. ഇമ്മീഡിയറ്റ്ലി തന്നെ പ്രൈമറി ആയിട്ട് ഒന്നുകിൽ നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു നെബുലൈസേഷൻ കൊടുക്കുക, ഇമ്മീഡിയറ്റ്ലി ഡോക്ടറുടെ സഹായം തേടുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സർ, സ്ഥിരമായിട്ടുള്ള സ്മോക്കിംഗ് നമ്മളെ ലെൻസിനെ ബാധിക്കും? ഡെഫിനറ്റ്ലി ശ്വാസകോശത്തെയാണ് ഫസ്റ്റ് വായിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്മോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വാതക രൂപത്തിലുള്ള സാധനമാണ്. നമ്മൾ സിഗരറ്റ് അല്ലെങ്കിൽ ബീഡി ഇതൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയാണ് നമ്മൾ വലിച്ചു കയറും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒന്ന്, കത്തുമ്പോൾ ഉണ്ടാകുന്ന പൊടി, പുക. പിന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിലുണ്ടാകുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇൻകംപ്ലീറ്റ് ഇതുകൊണ്ടുണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ്. പിന്നെ പുകയിലുള്ള രാസപദാർത്ഥങ്ങൾ, ആൽക്കലോയിഡ്സ് ഉണ്ട്, നിക്കോട്ടിനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അതൊരു അത് സ്റ്റിമുലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ടാറ് പോലത്തെ സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. ഇത് ഹൈഡ്രോ കാർബൺസ് ആണ് ആക്ച്വലി. ഇതൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് പരമാവധി ഉള്ളിൽ പോകാൻ പറ്റുന്നത്ര പോകും. ടാറ് പോലുള്ള അല്ലെങ്കിൽ പൊടികളൊക്കെ, ഫൈനായിട്ടുള്ള പൊടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെ ഈ ശ്വാസനാളത്തിൻ്റെ വോളുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് രണ്ട് രീതിയിൽ ആക്ട് ചെയ്യും. ഒന്ന്, ടാറ് പോലത്തെ ആണെങ്കിൽ ടാർ അറിയാം നമുക്ക്, ഒരുമാതിരി ഒട്ടിപ്പിടിക്കുന്ന സാധനമാണ്. ഇത് നോർമലി നമ്മുടെ ശ്വാസനാളത്തിൻ്റെ സൈഡിലുള്ള സീലിയറി സെൽസ് ഉണ്ട്, ഇത് ക്ലിയർ ചെയ്യുന്ന സാധനങ്ങൾ, അതിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ മ്യൂക്കസ് സെക്രീറ്റിങ്, അതായത് കഫം ഉണ്ടാക്കുന്ന സെൽസിൻ്റെ എണ്ണം കൂട്ടും. അപ്പോൾ മ്യൂക്കസ് സെക്രീറ്റിങ് സെൽസ് കൂട്ടും. ഓക്കെ. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സാധനങ്ങളും ഈ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇതിൻ്റെയൊക്കെ ഡിസ്ട്രക്ഷന് കാരണമാവും. ഓക്കെ. പിന്നെ ഈ കെമിക്കൽസ് നമ്മുടെ ബ്ലഡിലേക്ക് കയറുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ബേസിക്കലി ഈ ടാറ്, ഈ കെമിക്കൽസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഫ്ലമേഷൻ ഫോം ചെയ്തിട്ട് ശ്വാസനാളത്തിൻ്റെ വാളുകളെയും, ശ്വാസത്തിൻ്റെ ഈ ആൽവിയോളെ എന്ന് പറയുന്ന ടെർമിനൽ നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്ന ഏരിയ, അപ്പോൾ അതിനെയൊക്കെ നാശത്തിന് കാരണമായിട്ട് ബ്രോങ്കൈറ്റിസ്, എംഫൈസീമ എന്നുള്ള കണ്ടീഷൻ, ആൽവിയോളെ എന്ന് പറയുന്ന ടെർമിനൽ സാധനം, ഇത് നശിക്കുന്നത് വഴി കുറേ വലിയ കുമിളകളായിട്ട് അത് മാറാം. ഗ്യാസ് എക്സ്ചേഞ്ച്, ശ്വാസം ഉള്ളോട്ടും പുറത്തോട്ടും പോകുന്നത് പ്രോപ്പറായി നടക്കും. ശ്വാസകോശങ്ങൾ വികസിച്ച് വരും. പ്രോപ്പറായി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ശ്വാസോച്ഛ്വാസം നടക്കാതെ ശ്വാസനാളി ഡാമേജ് വരുന്നത് വഴി ക്രോണിക് ഒബ്സ്ട്രക്ട് പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യും. COPD എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി, COPD എന്ന് പറയുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. ബേസിക്കലി ഇതാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. ഇത് മറ്റവയവങ്ങളെയൊക്കെ ബാധിക്കും. ശരീരത്തെ മൊത്തം ബാധിക്കാനുള്ള ചാൻസ്.